ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഓണം എക്സാമിന് വരാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ പാർട്ട് 2 ആണ്. പാർട്ട് ഫസ്റ്റിൽ നമ്മൾ ആഡ് മോർ ലൈൻസ് പറഞ്ഞു, അതുപോലെ തന്നെ കോൺവേഴ്സേഷൻ. അവിടെ കോൺവേഴ്സേഷൻ്റെ അവിടെ നമ്മൾ അനിമൽസ് തമ്മിലുള്ള കോൺവേഴ്സേഷൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ നമുക്ക് വെഹിക്കിൾസ് തന്നിട്ടുള്ള കോൺവേഴ്സേഷൻ ഉണ്ടായിരിക്കാം. അത് നമ്മൾ ഓൾറെഡി ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട്, അതായത് ആദ്യത്തെ യൂണിറ്റ് പഠിക്കുന്ന സമയത്ത് ആക്ടിവിറ്റി 7 കണ്ടിരുന്നു. അത് ഇനി ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യണില്ല. ഓക്കെ, ഇനി നമുക്ക് പിക്ചർ ഡിസ്ക്രിപ്ഷൻ നോക്കാം. നമുക്കൊരു ബേർഡോ അല്ലെങ്കിൽ ഒരു അനിമലോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, പാരറ്റ് ആണല്ലേ നമുക്ക് പിക്ചറിൽ തന്നിരിക്കുന്നത്. എന്നിട്ട് അവർ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്, ദിസ് ഈസ് ഡാഷ്, ഇറ്റ് ഈസ് ഡാഷ് ഇൻ കളർ, ഇറ്റ് ഹാസ് എ ഡാഷ്, ഇറ്റ് ഹാസ് 2 ഡാഷ്, ഇറ്റ് ഹാസ് എ ഡാഷ് അറൗണ്ട് ഇറ്റ്സ് നെക്ക്. ഓക്കെ, നിങ്ങൾ ഫില്ല് ചെയ്യേ വേണ്ടുള്ളൂ. നമുക്ക് ബ്രാക്കറ്റിൽ ക്ലൂകൾ തരും. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ. ലെഗ്സ്, റെഡ് റിങ്, റെഡ് ബീക്ക്, പാരറ്റ്, ഗ്രീൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഏതാ വരിക? ദിസ് ഈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഏതാ വരിക? ദിസ് ഈസ്. ഇതെന്താണ്? പാരറ്റ് അല്ലേ. അപ്പോൾ എന്താ വരിക? ദിസ് ഈസ് എ പാരറ്റ്. ഇനി എന്താ വരിക? ഇറ്റ് ഈസ് ഡാഷ് ഇൻ കളർ. എന്താണ്? ഗ്രീൻ ഇൻ കളർ എന്നല്ലേ വരിക. അപ്പോൾ നമ്മൾ ഗ്രീൻ എന്ന് അവിടെ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് ഹാസ് എ. അതിന് എന്തോ ഒന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് തന്ന ഓപ്ഷൻസിൽ ലെഗ്സ് ഉണ്ട്, അതായത് ലെഗ്സ് എന്ന് പറഞ്ഞാൽ കാലുകളുണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് എ എന്ന് പറയില്ലല്ലോ, ഇല്ല. നെക്സ്റ്റ് എന്ത് തന്നിരിക്കുന്നത്? റെഡ് റിങ് എന്ന് തന്നിട്ടുണ്ട്. ദെൻ റെഡ് ബീക്ക് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ എന്ത് വരാം? റെഡ് റിങ് എന്ന് വരാം, അല്ലെങ്കിൽ റെഡ് ബീക്ക് എന്ന് വരാം അല്ലേ. പക്ഷെ നോക്കൂ, ലാസ്റ്റ് ഒരു സെൻറ്റൻസിൽ ഇറ്റ് ഹാസ് എ ഡാഷ് എറൗണ്ട് ഇറ്റ്സ് നെക്ക് എന്ന് തന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ കഴുത്തിന് ചുറ്റും ഒരു എന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഉള്ളത്? റെഡ് ബീക്കാണോ റെഡ് റിങ് ആണോ? എന്തായിരിക്കും? റെഡ് റിങ് അല്ലേ. അപ്പോൾ അതാണ് ഇറ്റ് ഹാസ് എ റെഡ് റിങ് എന്നാണ് അവിടെ വരിക. ലാസ്റ്റ് സെൻറ്റൻസിലാണ് റെഡ് റിങ് എന്ന് വരിക. അപ്പം മുകളിലെ ഇറ്റ് ഹാസ്, മൂന്നാമത്തെ സെൻറ്റൻസ് എന്തായിരിക്കും? ഇറ്റ് ഹാസ് എ എന്തായിരിക്കും? റെഡ് ബീക്ക് ആയിരിക്കും അല്ലേ. ചുവന്ന കൊക്ക്, ഒരു ചുവന്ന കൊക്ക് അതിനുണ്ട് എന്നായിരിക്കും. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് ഹാസ് 2 ഡാഷ്. അതിലെന്തോ 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം എന്താണ്? ഇറ്റ് ഹാസ് 2. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് എന്താണ്? ലെഗ്സ് അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് 2 ലെഗ്സ് എന്ന് എഴുതുക. ഇനി അടുത്തതൊന്ന് നോക്കാം. ഇവിടെ എന്താ പിക്ചറിൽ? എലിഫൻ്റ് ആണല്ലേ. എന്തൊക്കെയാ സെൻറ്റൻസസ് നോക്കൂ. ദിസ് ഈസ് ഡാഷ്, ഇറ്റ് ഈസ് ഡാഷ് ഇൻ കളർ, ഇറ്റ് ഹാസ് 2 ഡാഷ്, ഇറ്റ് ഹാസ് 4 ഡാഷ്, ഇറ്റ് ഹാസ് എ ഡാഷ്, ഇറ്റ് ഹാസ് 2 സ്മോൾ ഡാഷ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് നോക്കൂ, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എന്തൊക്കെയാണ്? ബിഗ് ഇയേഴ്സ്, ബ്ലാക്ക്, എലിഫൻ്റ്, ബിഗ് ലെഗ്സ്, ഐസ്, ട്രങ്ക്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് എന്താ വരിക? ദിസ് ഈസ് ആൻ എലിഫൻ്റ് എന്നല്ലേ വരിക. ഇത് ഒരു എലിഫൻ്റ് ആണ്, ഇതൊരു ആനയാണ് എന്നാ വരിക അല്ലേ. ദെൻ ഇറ്റ് ഈസ് ഡാഷ് ഇൻ കളർ. അപ്പോൾ എന്താ വരിക? അറിയാലോ, ഇറ്റ് ഈസ് ബ്ലാക്ക് ഇൻ കളർ അല്ലേ. ദെൻ ഇറ്റ് ഹാസ് 2 ഡാഷ്. എന്തായിരിക്കും? 2 എന്താ ഉള്ളത്? 2 ബിഗ് ഇയേഴ്സ് അല്ലേ. 2 വലിയ ചെവികൾ. ഈ ഓപ്ഷനിൽ തന്നത് നോക്കിയിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട്. ഒന്നുമില്ലെങ്കിൽ 2 ബിഗ് ഇയേഴ്സ് എന്ന് വരാം, അല്ലെങ്കിൽ 2 ഐസ് എന്ന് വരാം. അപ്പോൾ ഫുൾ നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇവിടെ നോക്കൂ, ലാസ്റ്റ് സെൻറ്റൻസ് നോക്കൂ, ഇറ്റ് ഹാസ് 2 സ്മോൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 സ്മോൾ ഇയേഴ്സ് ആണോ ഉള്ളത് എലിഫൻറ്റിന്? അല്ല, 2 സ്മോൾ ഐസ് ആണുള്ളത് അല്ലേ. 2 വലിയ ചെവിയാണുള്ളത്, 2 ചെറിയ കണ്ണുകളാണുള്ളത് അല്ലേ. അപ്പോൾ ഇറ്റ് ഹാസ് 2 സ്മോളിൻ്റെ അവിടെയാണ് എന്ത് വരിക? ഐസ് വരിക അല്ലേ. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഇറ്റ് ഹാസ് 2, മൂന്നാമത്തെ സെൻറ്റൻസിൽ വരിക എന്താണ്? ഇറ്റ് ഹാസ് 2 ബിഗ് ഇയേഴ്സ് എന്നാണ് വരിക. അടുത്തത് ഇറ്റ് ഹാസ് 4 എന്താണ്? 4 4 എണ്ണം ഉള്ളത് എന്താണ്? ആനയ്ക്ക് 4 കാലുകളാണല്ലേ. 4 ബിഗ് ലെഗ്സ് അല്ലേ, നല്ല വലിയ കാലുകളുണ്ട് 4 എണ്ണം. ഇറ്റ് ഹാസ് എ ഡാഷ്. എന്താണ്? അതിന് ഒരു
എന്താ ഉള്ളത്? തുമ്പിക്കൈ ഉണ്ട്. തുമ്പിക്കൈനാണ് നമ്മൾ എന്ത് പറയുക? ട്രങ്ക് എന്ന് പറയുക. എന്താ തുമ്പിക്കൈന് പറയുക? ട്രങ്ക്. TRUNK, ട്രങ്ക്. നമ്മളിപ്പോൾ ബേർഡ് അതുപോലെ തന്നെ ഒരു അനിമലിൻ്റെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ നോക്കി. ഇനി ഇതിന് പകരമായിട്ട് ചിലപ്പോൾ നമുക്ക് വെഹിക്കിൾസ് തരാം. വെഹിക്കിൾസ് തന്നിട്ട് പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പിക്ചറിൽ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഏത് വെഹിക്കിളാണ്? ഇതൊരു ജീപ്പാണല്ലേ. ഇനി എന്തൊക്കെയാണ് സെൻറ്റൻസ് നമുക്കൊന്ന് വായിക്കാം. ദിസ് ഈസ് എ ഡാഷ്, ഇറ്റ് ഹാസ് 4 ഡാഷ്, ഇറ്റ് ഹാസ് എ ഡാഷ്, ഇറ്റ് ഹാസ് ഡാഷ് ആൻഡ് ഡാഷ്. ഓക്കെ, ബോക്സിൽ നമുക്ക് ക്ലൂസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹോൺ, ജീപ്പ്, വീൽസ്, ലൈറ്റ്സ് ആൻഡ് ഡോർസ്. ഇതെങ്ങനെയാണ് വരിക? ദിസ് ഈസ് എ, ഇതെന്താണ്? ജീപ്പ് എന്നല്ലേ വരിക. അപ്പോൾ ജീപ്പ് എന്ന് എടുത്ത് എഴുതുക. ഓക്കെ, ദിസ് ഈസ് എ ജീപ്പ്. ഇറ്റ് ഹാസ് 4 എന്താ ഉള്ളത്? അതെന്തോ 4 എണ്ണം എന്തോ ഉണ്ട് എന്ന് പറയുകയാണ്. 4 എണ്ണം എന്താ ഉള്ളത്? വീൽസ് അല്ലേ, ചക്രങ്ങളല്ലേ. ഹോണുകളാകും ഒരു ഹോണേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ്? ഇറ്റ് ഹാസ് 4 വീൽസ് എന്നാണ് വരിക. നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് ഹാസ് എ, അതിനൊരു എന്തുണ്ട് എന്നായിരിക്കും? ഹോൺ എന്നായിരിക്കും. ഇറ്റ് ഹാസ് എ ഹോൺ, അതിനൊരു ഹോൺ ഉണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഇറ്റ് ഹാസ് ഡാഷ് ആൻഡ് ഡാഷ്. അവിടെ എന്താ വരിക? ലൈറ്റ്സ് ആൻഡ് ഡോർസ് നമുക്ക് ക്ലൂല് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലൈറ്റ്സ് ആൻഡ് അവിടെ ഉള്ളതുകൊണ്ട് പിന്നെ അത് എടുത്ത് എഴുതണ്ട, ലൈറ്റ്സ് ആൻഡ് ഡോർസ് എന്ന് എഴുതുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ.